കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവരും വരൂ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം എന്താണ്, ആരായിട്ടാണ് ശ്രീലകത്ത് ഭക്തരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കാനുള്ള ആ വ്യഗ്രതയോടുകൂടി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം. അതിന് മുൻപായി നമുക്ക് ആ കിഴക്കേ നടയിലെ ആ ഗണപതി അമ്പലത്തിൻ്റെ അവിടത്തേക്ക് പോകാം. എന്താ അങ്ങനെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് നേരെ ഗോപുരത്തിൻ്റെ അതിലൂടെ അകത്തേക്ക് കിടക്കാം. നേരെ നല്ല തിരക്കാണ്. അപ്പോൾ കൊടിമരം വഴിയാണ് വിടുന്നത് ആളുകളെ എല്ലാവരെയും. വളരെ തിരക്ക് കുറയുമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ തിരക്കാണ്. സ്വാമി ഭക്തരുടെ തിരക്ക് കുറവായിരിക്കും വിചാരിച്ചു, വീണ്ടും തിരക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും ഗോപുരവാതിൽ കടന്നു. നേരെ വാതിൽപ്പടിയുടെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ട് നേരെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ആ മേൽപ്പത്തൂരിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയ പീഠം കാണാം. അവിടേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തെ സ്മരിക്കുക. അതുപോലെ വലതുവശത്ത് എന്നിട്ട് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് കാണാം, അതൊന്ന് തൊട്ട് തലോടാം. അങ്ങനെ ആ വലതുവശത്തൂടെ നോക്കിയ ശ്രീകോവിലിലേക്ക് നോക്കിയാലിങ്ങനെ ആ ശ്രീകോവിലിൻ്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ കാണാം. അങ്ങനെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അധികം അലങ്കാരമൊന്നുമില്ല. വളരെ ചെറിയ ഒരു പൊന്നുണ്ണിക്കണ്ണനെ കാണാനുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ആലിലയിൽ കിടക്കുന്ന പോലത്തെ പൊന്നുണ്ണിക്കണ്ണനാണ്. അങ്ങനെ പാവം കുട്ടിയാട്ടോ, ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. ആ കാലിൻ്റെ വലത് കാലിൻ്റെ പെരുവിരൽ ഇങ്ങനെ നുണയ്യ. അമ്മ യശോദാമ്മയൊന്നും കൊടുത്തില്ല എന്നാണ് തോന്നുന്നത്. എന്താ ചെയ്യുക, നമ്മളാരെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഭക്തരൊക്കെ വെണ്ണ നെയ്യൊക്കെ കുഴന്ന് കൊടുക്കും കേട്ടോ. ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ വളരെ ഒരു വിഷമമാണ് കാണുന്നത്. എന്തായാലും ഒന്നും കിട്ടാതെ പെരുവിരലിങ്ങനെ നുണയുന്ന പൊന്നുണ്ണീനെയാണ് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. പക്ഷേ കുസൃതിയാണെന്ന് മാത്രം. വിഷമം കൊണ്ടുള്ള ആ ഒരു നുണയലൊന്നല്ല, കുസൃതി കൊണ്ടുള്ള നുണയലാണ്. ഭക്ഷണം കിട്ടാഞ്ഞിട്ടുള്ളതൊന്നുമല്ല, ഭക്ഷണം കിട്ടിയിട്ടതായിട്ടും പിന്നെയും ഒന്നിങ്ങനെ വെറുതെ പെരുവിരലിങ്ങനെ നുണയുക എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാലിലെ ആ കാൽത്തടകൾ കാണാനുണ്ട്, കൈവളകളുണ്ട്. കൈവളകൾ പിടിച്ചിട്ട് ഇങ്ങനെ കാണാനുണ്ട് നേരെ. അങ്ങനെ ഒരു കാലിങ്ങനെ ഇതായിട്ട് വെച്ചിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മാറിലതാ പൊന്നിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗോപീതിലകങ്ങളിങ്ങനെ മാല പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ തോൾവളകളുണ്ട്, ചെവിപ്പൂക്കളുണ്ട്, പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. അതിൽ പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല ആ ഒരു, അതായത് ചതുർബാഹുവായ വിഗ്രഹത്തിൽ കുറച്ച് സ്ഥലം മാത്രമേ ഇന്ന് അലങ്കാരമുള്ളൂ. ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ ഒഴിവാണ്. ആ വിഗ്രഹം തന്നെ കാണാനുള്ളത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു പൊട്ട് പോലെ എന്ന് പറഞ്ഞല്ലേ, അതല്ല, കുറച്ചും കൂടി വലുപ്പമുണ്ട്. വിഗ്രഹത്തിൻ്റെ ഒരു പകുതി വരെ ഒക്കെ ഉള്ള അതേ ഉള്ളൂ. അങ്ങനെ കാണുന്നു. അത് കഴിഞ്ഞ ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ നിറയെ വലിയ തുളസിമാലയാണ് കൂടുതൽ ധാരാളമായിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ തെച്ചിയുടെയും തുളസിയുടെയും കൂടെയുള്ളത് 2 ഉണ്ടമാലയാണ്. മുകളിൽ വിധാനമായിട്ടും 2-3 ഉണ്ടമാലകൾ തുളസിമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പം ഇന്നത്തെ കാഴ്ച. ഗുരുവായൂർ ശ്രീലകത്തെ ഭഗവാന്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ഉച്ചപൂജ കളഭാലങ്കാരം. അങ്ങനെ അത് കണ്ടു തൊഴുക. എല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഇപ്പോൾ ശ്രീകോവിലിൻ്റെ മുൻപിലാണ്, അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിലാണ് നമ്മളെല്ലാവരും എന്നുള്ള ആ ചിന്ത മനസ്സിലേക്ക് വയ്ക്കുക, സ്മരിക്കുക. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് അവിടുത്തെ അനുഗ്രഹം കിട്ടും. നാരായണ നാരായണ നാരായണ. ആ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴാം. കാരണം അവിടെ
ആ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് നേദ്യങ്ങൾ തയ്യാറാക്കുന്നതൊക്കെയായ പവിത്രമായ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞാൽ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വീണ്ടും വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ വളരെ രസമായിട്ടുണ്ട്. ചുവന്ന പട്ടിങ്ങനെ വിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇന്ന് ചന്ദനം കൊണ്ടിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് ശരിക്കും നമ്മളെ ഈ തിടമ്പ് വെക്കില്ലേ അതേമാതിരത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആ തുമ്പിക്കൈയുടെ മുകളിൽ 3 എണ്ണം ഉണ്ട്. അങ്ങനെ സ്വർണത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ചെവിയുടെ അവിടെ ഉണ്ട്. അങ്ങനെ നന്നായിട്ടുള്ള അലങ്കാരത്തിലാണെന്ന് വിഘ്നേശ്വരൻ ഇരിക്കണത്. നിറയെ പഴവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഉള്ളതുണ്ട്, നേദ്യമൊക്കെ ഉണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ ആ സൈഡിലൂടെ വരുമ്പോൾ വീണ്ടും ഗണപതിയെ കാണും. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം അങ്ങനെ അതൊക്കെ കണ്ട് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ നാഭിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ബ്രഹ്മദേവന് ആ താമര കൊണ്ടുള്ളൊരു മാല ഉണ്ട്. പിന്നെ നിറയെ മുല്ലപ്പൂവിൻ്റെ മാല, വെളുത്ത മുല്ലപ്പൂവിൻ്റെ മാല ഇങ്ങനെ ധാരാളം ഉണ്ട്. അങ്ങനെയാണ് അനന്തപത്മനാഭസ്വാമി ഇന്ന് അവിടെ കിടക്കുന്നത്. അവിടെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് കൃഷ്ണനെയൊക്കെ വീണ്ടും കാണാം, മുരുകനെ കാണാം. ആഞ്ജനേയൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് മാലയില്ല, കുങ്കുമവും ഒന്നുമില്ല കേട്ടോ. വെറുന്നലെ വിഗ്രഹം മാത്രമേ ഉള്ളൂ. നാരാ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നണം. കുങ്കുമം തൊടാനും കൂടി ഇല്ല. അങ്ങനെ അവിടെ നിന്ന് വന്ന് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്നിട്ട് നമ്മളെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ആ മണിക്കിണർ കണ്ട് തൊഴാം. അതുപോലെ ആ നൃത്തം ചെയ്യുന്ന കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ആ കുറൂരമ്മേനെയും കൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. എന്നിട്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ എടത്തരികത്തുകാവിൽ നമ്മുടെ അടുത്തേക്ക് വരാം. അവിടെ വന്ന് കുറച്ചൊക്കെ തിരക്കുണ്ടാവും. ഉച്ചപൂജയുടെ സമയമാവുകൊണ്ട് അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വന്ന് തൊഴാം. തൊഴുമ്പോൾ ഒന്ന് അമ്മ നല്ല രസമായിട്ടാണ്. കണ്ണൊക്കെ കറുത്ത കൺമഷി കൊണ്ട് കണ്ണെഴുതിയ മാതിരിയൊക്കെ തോന്നുന്നത്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിങ്ങനെ ചുവന്ന പട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അമ്മ. നമ്മൾ ഭക്തരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അവിടെ തൊഴുത് നേരെ കുറച്ചും കൂടി അപ്പുറത്ത് പോയി ആ കോണിൽ പോയിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കാം. കൊടിമരത്തിൻ്റെ അപ്പുറത്ത് കൂടെ ഒന്ന് വിടണുള്ളൂ. ഏകാന്തം ആണ് കൊടിമരത്തിൽ കൂടെ വിടുക. കുറച്ച് നേരം അവിടെ നിൽക്കണം, എന്നിട്ടൊക്കെയാണ് വിടുക. അപ്പോൾ നേരെ പുറത്തെ വരി കൊടിമരം തൊടാനൊന്നും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കൂടെയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ആ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയാൽ നമ്മുടെ ആ പൊന്നുണ്ണി കാൽവിരലിൽ കുടിക്കുന്ന പൊന്നുണ്ണിയെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ അവിടെ വരാം. അയ്യപ്പൻ്റെ അവിടെ വന്നിട്ട് അവിടെ അതാ നല്ല നിറയെ അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. നേരെ
ആ ഗോളയ്ക്കൊക്കെ ഇറക്കി അതിൻ്റെ മുകളിലൊക്കെ ചന്ദനമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നന്നായിട്ടുള്ള ആ ഒരു അലങ്കാരങ്ങളോട് കൂടിയിട്ടാണ് ആ പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുള്ള അയ്യപ്പസ്വാമിയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെ കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരിക പടിഞ്ഞാറ് നടയിലേക്ക്. പടിഞ്ഞാറ് നടയിലെത്തിയാൽ ആദ്യം തന്നെ നമുക്ക് ആ ദീപസ്തംഭത്തിലേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വേണുഗോപാല സ്വരൂപം കാണാം. പിന്നീട് നേരെ കുറച്ചും കൂടി മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കൊടിമരത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആ വേണുഗോപാല സ്വരൂപം ഒന്നുകൂടി കാണാം. അങ്ങനെ അത് രണ്ടും കണ്ട് തൊഴുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം കേട്ടു. അവിടെ എത്തിയ പ്രതീതി ഞാൻ ഈ പറയുന്ന സമയത്ത് നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ്. അത് കഴിഞ്ഞ് ഓരോ ഭാഗത്തേക്കും നമ്മൾ എത്തുമ്പോൾ അവിടെയാണ് എന്നുള്ള ആ മനസ്സിൽ അത് ചിന്തിക്കുക. അപ്പോൾ അവിടെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ദേവിയുടെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെയും ഒക്കെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.